അത് ഞാൻ ചോദിക്കണത് ചേച്ചി ഇത്ര അധികം പാട്ടുകൾ പാടിയിട്ടുണ്ടോ? ഇതൊക്കെ ചേച്ചി റിപ്പീറ്റ് ചെയ്ത് ആ ഒരു കാലഘട്ടത്തിൽ കേൾക്കുമായിരുന്നു? അതോ കാരണം സമയം ഉണ്ടായിരുന്നോ? ഇല്ല ഇല്ല. പക്ഷെ എന്നും പാടല്ലേ, അടുത്ത പാട്ട് അടുത്ത ദിവസം പാടല്ലേ, അതും തൊണ്ടയ്ക്കൊരു പ്രാക്ടീസ് അല്ലേ. അപ്പൊ അങ്ങനെ അതായിരുന്നു എൻ്റെ പ്രാക്ടീസ്. അപ്പോൾ ഞാൻ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പാട്ടിന് അത്രയും ആഗ്രഹത്തോടെ മനസ്സിൽ സ്വീകരിച്ചിരിക്കുന്ന ആൾക്കാരാണ് ജയനങ്ങളും ഉണ്ണിയങ്ങളൊക്കെ. അപ്പോൾ ഉണ്ണിയങ്ങളും ജയനങ്ങളും എനിക്ക് നല്ല നല്ല ലതാജിയുടെ പഴയ പാട്ടുകൾ കൊണ്ടുവന്ന് തരും, കാസറ്റ് കൊണ്ടുവന്ന് തരും. ചെന്നൈ പോയതിന് ശേഷം എനിക്ക് അങ്ങനെ കേൾക്കാനുള്ളൊരു സമയമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അങ്കിളൊക്കെ അടുത്ത വിസിറ്റിന് വരുന്നതിന് മുമ്പ് ഞാനിതൊക്കെ പഠിച്ചു വയ്ക്കും. എന്നിട്ട് എന്നെ കൊണ്ട് ഞാനും ജാൻസി ചേച്ചി, എൻ്റെ ചേച്ചി, ഞങ്ങൾ രണ്ടുപേരും അത് പഠിക്കും. ഞങ്ങൾ രണ്ടുപേരും അത് അങ്കിളിനെയും ഈ രണ്ട് അങ്കിളുമാരെയും ആൻറ്റീനെയും പ്രിയ ചേച്ചീനെയൊക്കെ പാടി കേൾപ്പിക്കും. തെളിഞ്ഞ ഓർമ്മകളാണ്, എൻ്റെ സ്വീറ്റ് മെമ്മറീസ് ആണ് അതൊക്കെ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ചേച്ചി യാത്ര ചെയ്യാത്ത രാജ്യങ്ങളുണ്ടോ? ശരിക്കും രാജ്യങ്ങളൊക്കെ ഉണ്ട്. അല്ല ഇത്രത്തോളം യാത്രകൾ ഒരുപാട് അല്ലേ? ഏതൊക്കെയായിരിക്കും ഏറ്റവും മെമ്മറബിൾ ആയിട്ട്? ഏറ്റവും ആദ്യം പോയത് ദുബായ്, മിഡിൽ ഈസ്റ്റ് കംപ്ലീറ്റ്. അത് ഒരു എത്ര ദിവസത്തെ ആയിരുന്നു ശരിക്കും ഓർമ്മയില്ല, ഒരു മാസത്തോളം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അന്ന് നമ്മുടെ ഷെയ്ൻ്റെ പപ്പ അബീക്ക, നന്ദു ചേട്ടൻ, പിന്നെ മണി എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ്റെ ആയിരുന്നു ഗ്രൂപ്പ് തരങ്കിണി, ബോംബെ തരങ്കിണി ഓർക്കസ്ട്ര, അവരെല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെയാണ്. പിന്നെ വത്സല മേനോൻ മാം ഉണ്ടായിരുന്നു, ഗീത മാം ഉണ്ടായിരുന്നു, ഇന്നസെൻ്റ് അങ്കിള്, നെടുമുടി വേണു. അതാണ് ആദ്യത്തെ യാത്ര. അതൊരു ഭയങ്കര സുഖമുള്ള ഓർമ്മകളും നല്ലൊരു യാത്രയായിരുന്നു അത്. എൻ്റെ ആദ്യത്തെ ഗൾഫ് ട്രിപ്പാണത്. 89 19 വയസ്സ്. പക്ഷെ എന്നെ കണ്ട 19 വയസ്സൊന്നും തോന്നുന്നില്ല. അല്ല അതുപോലെ തന്നെ ചോദിക്കണമെന്ന് ചോദിച്ചാൽ ഇപ്പോഴൊക്കെ ഈ ആൾക്കാർ ഇതുപോലെ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അതിനുവേണ്ടി ഡ്രസ്സ് സെലക്ട് ഡിസൈൻ അന്നത്തേക്ക് എങ്ങനെയായിരുന്നു ചേച്ചി? കാരണം കുറേ നല്ല നല്ല ഭംഗിയുള്ള ചുരിദാറിലൊക്കെ ഞാൻ ചേച്ചീനെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴല്ലേ മോനെ. അന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ പാടി തുടങ്ങിയ സമയങ്ങളിൽ ഞാൻ വളരെ സാധാരണ ഒരു കുടുംബത്തിലെ ആളാണ്. എന്നും പ്രോഗ്രാം ആകുമ്പോൾ എന്നും മാറിയിടാനൊന്നും എൻ്റെ കയ്യിലില്ല. വളരെ കുറച്ച് ഉടുപ്പുകളെ എൻ്റെ അടുത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, അവർ ബോർഡിങ്ങിൽ, ഞാൻ പഠിച്ചത് സെൻറ്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂളിലാണ്. അപ്പോൾ അവിടെ ബോർഡിങ്ങിൽ കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. അതിൽ ടെസി എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവളുടെ ഡ്രസ്സ് എനിക്ക് കറക്റ്റ് ഫിറ്റാണ്. അപ്പം ഞാൻ പ്രോഗ്രാമിനൊക്കെ പോകണമെന്ന് പറയുമ്പോൾ ഇത് കൊണ്ട് അവർക്ക് എങ്ങും പോകാനില്ല, ജസ്റ്റ് ബോർഡിങ്ങിലല്ലേ, അവർ ജസ്റ്റ് ആ പള്ളിയിൽ പോണ ദിവസം മാത്രമേ അത് ഇടുള്ളൂ. അപ്പോൾ അവളുടെ ഡ്രസ്സുകൾ ഞാൻ ഉപയോഗിച്ചിരുന്നു. അയ്യോ, ആ ഒരു ആ കുഞ്ഞ് അല്ല, ചെറിയ പ്രായമല്ലേ, കൊച്ചാണ്. ആ സമയത്തൊക്കെ ഗാനമേള അധികം ഉണ്ടായിരുന്നില്ല. ഞാനതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. തൃപ്പൂണിത്തുറ ശ്രീ ചക്ര നൃത്ത വിഹാർ എന്ന് പറഞ്ഞിട്ടൊരു ബാലെ ട്രൂപ്പ് ഉണ്ടായിരുന്നു. എപ്പോഴും പ്രോഗ്രാമാ ബാലയ്ക്ക് പാടാം. അതെനിക്കൊന്നും ബാല രാവിലെ അല്ലേ ചേച്ചി കളിക്കല്, വെളുപ്പിന്? അപ്പൊ സ്കൂളിലൊക്കെ എങ്ങനെ പോവും? എന്റെ ദൈവമേ, സ്കൂളിൽ പോണ്ടേ? പോണില്ല, ബാലയ്ക്ക് പാടാൻ പോവാണ്. സ്കൂളിൽ പോക്കില്ല. ബാലെ അന്ന് എത്ര വയസ്സ്? അന്ന് 10-11 വയസ്സൊക്കെ. 11 വയസ്സ്. അപ്പോൾ അതൊരു 3-3.5 വർഷത്തോളം ഞാൻ അവിടെ പാടി. അറ്റൻഡൻസ് ഒന്നുമില്ല, പക്ഷെ ഞങ്ങൾ ഇങ്ങനെ കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ എപ്പോഴും പ്രൈസൊക്കെ മേടിക്കണമായിരുന്നു. സിസ്റ്റേഴ്സിന് ഞങ്ങൾ ഭയങ്കര ജീവനാണ്. സിസ്റ്റർ അംബ്രോസിയ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു, സിസ്റ്റർ പ്രഷീല ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. പിന്നെ അവിടുത്തെ ടീച്ചേഴ്സ് ഒരുപാട്, അവിടെ ഉണ്ടായിരുന്ന എല്ലാ ടീച്ചേഴ്സും ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. മനസ്സിലായോ? അപ്പോൾ സ്കൂളിൽ ചെന്നില്ലെങ്കിലും പിന്നെ ഹോംവർക്ക് ഇല്ലാത്ത ആൾക്കാരെ എണീപ്പിച്ച് നിർത്തും. അപ്പം ഞാൻ
ഞാൻ ഏതെങ്കിലും സമയത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പൊ ചെയ്യാത്ത ആൾക്കാർ റോസിലൊന്ന് എണീക്കോ ഒന്ന്, കാരണം എന്താ ഞാനുണ്ടെങ്കിൽ അടിക്കൂല. അന്നേ ഇങ്ങനെയാണ്, ആ പ്രായത്തില് ഇത്ര പാവമാണ്. ഇതിനെനിക്ക് നിൽക്കും ഓർമ്മ. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതാ ഞാൻ കോമ്പറ്റീഷൻസിനൊക്കെ പോകുമ്പോൾ ടെസ്സിയുടെ ഡ്രസ്സാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അവളുടെ ഡ്രസ്സുകൾ നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തരും എനിക്ക്. ഇപ്പോഴും ആ ഒരു സൗഹൃദം ഉണ്ടോ? ഇപ്പം എവിടെയാണെന്ന് അറിയില്ല. ഇടയ്ക്ക് ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം കുറച്ച് നാൾ അവളെ ഞാൻ കാണുമായിരുന്നു. അവളുടെ പാട്ടൊക്കെ എഴുതും. പക്ഷെ ഇപ്പം എവിടെയാണ് ആളെന്ന് എനിക്കറിയില്ല.